ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. പ്രാർത്ഥന എന്താണ്? ദൈവകൃപ മഴപ്പെയ്ത്ത് പോലെ താഴേക്കിറങ്ങി വരുമ്പോൾ ആ മഴപ്പെയ്ത്തിൽ സ്നാനമേറ്റ് പിന്നെ മഴയിലൊന്നായി മഴ പോലെ പുഴ പോലെ ഒരാൾ ഒഴുകിയിറങ്ങുന്നതാണ് സത്യത്തിൽ പ്രാർത്ഥന. ദൈവത്തിൻ്റെ പ്രകൃതിയുമായി ഒന്നു ചേർന്ന് ഒരു എതിർപ്പിനും വക നിന്നുകൊടുക്കാതെ ദൈവത്തിൻ്റെ കാറ്റ് പോലെ ഒഴുകുന്ന ഒരവസ്ഥ. ബ്രദർ ബ്രൂണോ ഒരു വൈകുന്നേരം പ്രാർത്ഥിക്കുവാൻ വേണ്ടി തൻ്റെ കുടുസുമുറിയിൽ കൈനീട്ടിയിരുന്നു. പെട്ടെന്ന് ഏതൊരു തവളയുടെ കരച്ചിൽ കേൾക്കുന്നു. വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒരു കരച്ചിൽ. ഇയാൾക്ക് പെട്ടെന്ന് ശ്രദ്ധ മുറിഞ്ഞുപോയി. ദേഷ്യം വന്നു. നിശബ്ദതയിൽ ദൈവത്തിൻ്റെ മൗനത്തിൽ ഒന്നു ചേരേണ്ട സമയത്ത് ഈ മാക്രി ഇങ്ങനെ കരഞ്ഞല്ലോ. അതുകൊണ്ട് ബ്രൂണോയ്ക്ക് ദേഷ്യം വന്നു. അദ്ദേഹം ഈ തവളയോട് ആജ്ഞാപിക്കുന്നു, തവളെ മിണ്ടാതിരിക്കുക. മിണ്ടാതിരിക്കുക എന്ന് ആജ്ഞാപിച്ചപ്പോൾ തന്നെ ഓർക്കണം, ബ്രദർ ബ്രൂണോ ഒരു വിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ ഈ തവള കരച്ചിൽ നിർത്തുന്നു. പക്ഷെ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ചോദ്യം, ഈ തവളയുടെ അത്രയ്ക്ക് സുന്ദരമല്ലാത്ത ഈ സ്വരം ദൈവത്തിനൊരു പക്ഷേ സ്വീകാര്യമാകില്ലേ? തവളയുടെ പ്രാർത്ഥനയായിരിക്കില്ലേ അതിൻ്റെ അലോസരപ്പെടുത്തുന്ന ഈ സ്വരം? അതുകൊണ്ട് അതിനോടിങ്ങനെ സ്വരം വെക്കല്ലേ എന്ന് പറയാൻ ഞാനാര്? അദ്ദേഹം പിന്നീട് തവളയോട് പറയുന്നു, കരഞ്ഞുകൊള്ളുക, അത് ദൈവത്തിലേക്ക് ഉയരുന്ന നിൻ്റെ പ്രാർത്ഥനയായിരിക്കാം. പിന്നെ സ്വസ്ഥമായിട്ട് ഈ തവളയുടെ കരച്ചിലിനെ ഒരു തരത്തിലും എതിർക്കാതെ ഇയാൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. മെല്ലെ ചുറ്റിലുമുള്ള തവളകളും ഒന്നു ചേർന്ന് ഒരു കോറസ് പോലെ ഇയാൾക്ക് പ്രാർത്ഥിക്കാനൊത്തു. പ്രകൃതിയുടെ സഹജമായ ഈണത്തിനൊപ്പം ഒഴുകി ഒഴുകി വെയിൽ പോലെ പരന്ന് മഴ പോലെ പെയ്തിറങ്ങി മഞ്ഞുപോലെ തലോടി അങ്ങനെ അയാൾ ആദ്യമായിട്ട് യഥാർത്ഥ പ്രാർത്ഥന എന്തെന്ന് തിരിച്ചറിഞ്ഞു. യഥാർത്ഥ പ്രാർത്ഥന അനുഭവത്തെക്കുറിച്ച് പറയുന്ന പുസ്തകം തവളയുടെ പ്രാർത്ഥന. ആൻ്റണി ഡിമെല്ലോ എഴുതിയ ഈ പുസ്തകം എൻ്റെ കൈവശം. വിവർത്തനം ചെയ്തിരിക്കുന്നത് തോമസ് പാനികുളം SJ. ഇത് സുന്ദരമാണെന്ന് ഞാൻ പെട്ടെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സുന്ദരമാണ്, യഥാർത്ഥ ആഴത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും ആണ്. പ്രാർത്ഥനയെക്കുറിച്ചാണ് ഡിമെല്ലോ ഹൃദയപൂർവ്വം സംസാരിക്കുക. ഒരു വയോവൃദ്ധൻ പള്ളിയിൽ വന്നിരിക്കും. അയാളിങ്ങനെ അൾത്താരയിലേക്ക് നോക്കും. പിന്നെ ക്രിസ്തുവിൽ അലിഞ്ഞലിഞ്ഞ് ഒന്നായി ചേർന്ന മട്ടിൽ സ്വയം മറന്ന് അയാളിരിക്കും. വികാരിച്ച് ചെന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുക? എന്താണ് ഇത്ര നേരം നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുക? ഇയാൾ പറഞ്ഞു, ഞാനൊന്നും ദൈവത്തോട് സംസാരിക്കാറില്ല, വെറുതെ കേട്ടിരിക്കാറേ ഉള്ളൂ. അപ്പോൾ ദൈവം എന്താ നിങ്ങളോട് സംസാരിക്കുക? ദൈവം ഒന്നും പറയാറില്ല, ദൈവവും വെറുതെ കേട്ടിരിക്കാറേ ഉള്ളൂ. ഞങ്ങളൊന്നും പറയാതെ വെറുതെ കേട്ടിരിക്കാറ് മാത്രമേ ഉള്ളൂ. അത് തന്നെയല്ലേ പ്രാർത്ഥന എന്നുള്ളത്? പ്രാർത്ഥനയുടെ 4 പടികളെക്കുറിച്ച് ഡിമെല്ലോ പറയുന്നു. ആദ്യം ഞാൻ സംസാരിക്കുന്നു, നീ കേൾക്കുന്നു. പിന്നെ നീ സംസാരിക്കുന്നു, ഞാൻ കേൾക്കുന്നു. പിന്നെ ഇരുവരും സംസാരിക്കുന്നില്ല, 2 പേരും കേൾക്കുന്നു. പിന്നെ അവസാനത്തെ പടിയിൽ 2 പേരും സംസാരിക്കുന്നില്ല, 2 പേരും കേൾക്കുന്നില്ല. മഹാമൗനം ഒരാളുടെ ഹൃദയത്തിൽ വന്ന് ചേക്കേറുകയാണ്. ആ മൗനത്തിൽ ഒരാൾ ദൈവവുമായി ഒന്നു ചേരുകയാണ്, ദൈവത്തെ തിരിച്ചറിയുകയാണ്. ഈ തരത്തിലാണ് പ്രാർത്ഥനയായി മാറേണ്ടത്. പക്ഷെ പലപ്പോഴും പ്രാർത്ഥന അങ്ങനെയല്ല. ചിലപ്പോഴൊക്കെ ആളുകൾ പ്രാർത്ഥിക്കുന്നത് പേടികൊണ്ടാണ്. കുട്ടിയോട് അമ്മൂമ്മ ചോദിക്കുന്നു, നീ സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലാറുണ്ട്? ഉവ്, എല്ലാ ദിവസവും ചെല്ലാറുണ്ട്. പ്രഭാത പ്രാർത്ഥനയോ? അപ്പം പറഞ്ഞു, പ്രഭാത പ്രാർത്ഥന ഒന്നും ചെല്ലാറില്ല. എന്താ? എനിക്ക് പകല് പേടിയൊന്നുമില്ല. അപ്പോൾ പേടിയുള്ളത് കൊണ്ട് മാത്രം ഒരാൾ രാത്രിയിൽ പ്രാർത്ഥന നടത്തുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. യുദ്ധത്തിന് ശേഷം ഭക്തയായ വൃദ്ധ സുഹൃത്തിനോട് പറയുകയാണ്, ദൈവം ഞങ്ങളെ എത്രമാത്രം അനുഗ്രഹിച്ചെന്നറിയോ? ഞങ്ങൾ മുടങ്ങാതെ എല്ലാവരും ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ബോംബുകളെല്ലാം നഗരത്തിൻ്റെ മറ്റേ ഭാഗത്താണ് വീണുകൊണ്ടിരുന്നത്. അപ്പോൾ മറ്റേ ഭാഗത്ത് വീണ് ആളുകൾ കൊല ചെയ്യപ്പെട്ടാലും അതൊന്നൊരു പ്രശ്നമല്ല, ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം എന്നെ കേട്ടത്രേ. ഇത്തരത്തിലാണ്
പ്രാർത്ഥനകൾ റോങ് ഡിറക്ഷനിലൂടെ സഞ്ചരിക്കുക. എല്ലാ കൊല്ലവും ഒരു ഗ്രൂപ്പ് പിക്നിക്കിന് പോകുമ്പോൾ അവരുടെ ആൻറ്റിയെയും വിളിക്കാറുണ്ട്. ആ വർഷം വിളിക്കാൻ മറന്നുപോയി, മനഃപൂർവ്വമല്ല, മറന്നുപോയി. അവസാന നിമിഷത്തിൽ വിളിച്ചു. അപ്പോൾ ആൻറ്റി പറയുന്നു, അയ്യോ ഇതിപ്പോൾ ഒത്തിരി വൈകിപ്പോയില്ലേ, ഞാൻ ഓൾറെഡി മഴ വന്നെല്ലാം കോലാഹലമാക്കട്ടെ, നശിപ്പിച്ച് കളയട്ടെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈ തരത്തിലാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥനകൾ പലപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുക. മരുഭൂമിയിലെ പിതാക്കന്മാരുടെ പ്രാർത്ഥന അനുഭവത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഒരു തീർത്ഥയാത്ര പോലെയാണ്. ആബട്ട് ലോത്ത് ആബട്ട് ജോസഫിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ എളിയ രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉപവാസം നടത്തുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ വരുന്ന അശുദ്ധ വികാരങ്ങളെ അപ്പപ്പോൾ ഞാൻ തള്ളിക്കളയുന്നുണ്ട്, പിന്നെ ചെറിയ രീതിയിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആബട്ട് ജോസഫ് ഇങ്ങനെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ നിൽക്കുകയാണ്. അത് 2 കരങ്ങളിങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഉയർത്തപ്പെട്ട കരങ്ങളിലെ ആ വിരലുകൾ അഗ്നിജ്വാലകൾ പോലെ കാണപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കി ഒരൊറ്റ ചോദ്യം, വൈ ഡോണ്ട് യു ബിക്കം ദ ഹോളി ഫയർ? എന്തുകൊണ്ട് പൂർണ്ണമായും ഒരു പന്തമായി, തീപ്പന്തമായി മാറിക്കൂടാ? ഇത് പ്രാർത്ഥനയുടെ ഉദാത്തമായൊരു അവസ്ഥയാണ്. എന്തുകൊണ്ട് ദൈവത്തിൽ ഒരു തീപ്പന്തമായി മാറിക്കൂടാ? എല്ലാം കടന്നു പോകുന്നു, എല്ലാം അപ്രത്യക്ഷമാകുന്നു, എന്നിലുള്ള അശുദ്ധി എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുന്നു, പിന്നെ ദൈവത്തിൻ്റെ സ്നേഹം ഒരു അഗ്നി പോലെ എന്നിൽ ഉയർന്നു നിൽക്കുകയാണ്. വൈ ഡോണ്ട് യു ബിക്കം ഹോളി ഫയർ? ഹോൾനെസ് ഈസ് ഹോളിനെസ് എന്ന് എഴുതപ്പെട്ടത് ഈ അർത്ഥത്തിലാണ്. ഒരു സമ്പൂർണത ഒരാളിൽ വരികയാണ്. അങ്ങനെ വന്ന അവസ്ഥയാണ് സത്യത്തിൽ നമ്മളൊക്കെ പ്രാർത്ഥനയുടെ ഉദാത്തമായ അവസ്ഥ എന്ന് പറയേണ്ടത്. ഒരു യഹൂദന്മാർ തിങ്ങി പാർക്കുന്ന ഗ്രാമത്തിലേക്ക് ഒരു റബ്ബി ക്ഷണിക്കപ്പെടുന്നു. ആൾക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടി കാത്തിരിക്കുകയാണ് ഇദ്ദേഹത്തിന് വേണ്ടി. ഇദ്ദേഹം വന്നപാടെ എന്താണ് ചെയ്യുക? ഏതോ പാരമ്പര്യ ഗാനത്തിൻ്റെ വരികൾക്കൊപ്പം ഇയാൾ ചുവട് വെച്ച് തുടങ്ങുമ്പോൾ കാത്തിരുന്ന ആളുകളും അദ്ദേഹത്തോടൊപ്പം ചുവട് വെക്കുകയാണ്. സ്വയം മറന്ന്, ശത്രുവാരെന്ന് ഓർക്കാതെ, മിത്രമാരെന്ന് ഓർക്കാതെ, ഒരൊറ്റ കുടുംബത്തിലെ അംഗങ്ങൾ പോലെ അവരിങ്ങനെ ചുവട് വെക്കുന്നു, ആഹ്ലാദിച്ച് പാട്ടിൽ ഒന്നു ചേരുന്നു, നൃത്തച്ചുവടും പാട്ടും ഒന്നു ചേർന്ന് പ്രാർത്ഥനയായി മാറുന്നു. വല്ലാത്തൊരു സന്തോഷം. ഒരൊറ്റ മണിക്കൂർ കൊണ്ട് അവരൊരു കുടുംബമായി മാറിയതുപോലെ. ഒരു ചോദ്യവും ചോദിച്ചില്ല, പക്ഷേ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയതുപോലെ. നൃത്തം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ മനസ്സിൽ ചോദിക്കുവാൻ കാത്തുവച്ചിരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ആളുകൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. കിട്ടി. കാരണം ഏകതയിൽ അവർ ഉത്തരം കണ്ടെത്തി. മനുഷ്യരായിട്ടും ദൈവവുമായിട്ടും പ്രകൃതിയുമായിട്ടും ഒന്നു ചേർന്ന് കഴിഞ്ഞപ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ആയി കഴിഞ്ഞു. ഇത് തന്നെയാണ് സത്യത്തിൽ പ്രാർത്ഥനയായി മാറുക. ഇത്തരത്തിലുള്ള പ്രാർത്ഥന അനുഭവങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. റബ്ബായിയുടെ അടുത്ത് ഒരു ചെരുപ്പ് കുത്തി വന്ന് സങ്കടം പറയുന്നു, റബ്ബി എനിക്ക് വലിയ പ്രശ്നമുണ്ട്. കാരണം സാധാരണ വളരെ പാവപ്പെട്ട മനുഷ്യരാണ് എൻ്റെ അടുക്കൽ ഈ ചെരുപ്പ് തുന്നിക്കുവാൻ വേണ്ടി എത്തുക. പാവപ്പെട്ടവരല്ലേ, അവർ ദിവസം മുഴുവൻ ഇങ്ങനെ പണിയെടുത്ത് കഴിയുമ്പോൾ വൈകുന്നേരം ഞാൻ അവരുടെ ചെരുപ്പ് കൊണ്ടുവരും തുന്നൽ പണിക്ക് വേണ്ടി. രാത്രി മുഴുവൻ ഞാനിരുന്ന് തുന്നും. പിന്നീട് രാവിലെയും തുന്നേണ്ടി വരും, കാരണം അത്രക്കേറെ ചെരുപ്പുകളുണ്ട് തുന്നി കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് പ്രഭാത പ്രാർത്ഥന നടത്താൻ പറ്റില്ല. ഭയങ്കര സങ്കടമാണ് എനിക്ക്. പ്രഭാത പ്രാർത്ഥന നടത്തുവാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കരയും. ഗദ്ഗതത്തോടെ ഞാൻ ദൈവത്തോട് പറയും, എൻ്റെ ദൈവമേ, പ്രഭാത പ്രാർത്ഥന പോലും നടത്താൻ പറ്റാത്ത വെറും നിർഭാഗ്യവാനാണല്ലോ ഞാൻ. അപ്പോൾ റബ്ബി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് അങ്ങേയറ്റം കരുണയോട് നോക്കിക്കൊണ്ട് പറഞ്ഞു, ശരിയായിരിക്കാം, പക്ഷെ ഞാൻ ദൈവമായിരുന്നെങ്കിൽ ഞാൻ പറയും പ്രഭാത പ്രാർത്ഥനയേക്കാൾ ഏറ്റവും സുന്ദരം നിൻ്റെ ആ ഗദ്ഗതമാണ്, കാരണം അത് നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു യഹൂദ റബ്ബി പറഞ്ഞു തരുന്ന കഥയുണ്ട്. ഒരാൾ പ്രാർത്ഥനാ പുസ്തകം യാത്രക്കിടയിൽ എടുക്കാൻ മറന്നുപോയി. വനാന്തരത്തിലൂടെയുള്ള യാത്രയാണ്. അയാൾ വനാന്തരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ ചക്രവും ഊരിപ്പോയി. എന്തു ചെയ്യും? അയാൾക്കന്ന് സന്ധ്യാപ്രാർത്ഥന നടത്താൻ പറ്റില്ല, കാരണം പുസ്തകവുമില്ല. ഒരൊറ്റ പ്രാർത്ഥനയും അയാൾക്ക് കാണപ്പെടറിഞ്ഞൂടാ. അയാൾ എന്തു ചെയ്യും?
ആ കാട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അയാൾ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു. സത്യത്തിൽ നമ്മുടെയൊക്കെ കണ്ണ് നിറയിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് അയാൾ പറയുക. അയാൾ പറഞ്ഞു, ദൈവമേ, ഞാനൊരു അറിവില്ലാത്തവനാണ്, ഒന്നും ഓർത്തെടുക്കാനൊന്നും പറ്റുന്നില്ല പ്രാർത്ഥനകളൊക്കെ. പ്രാർത്ഥന പുസ്തകം ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനിങ്ങനെ ധ്യാനിച്ചിരുന്ന് അക്ഷരമാല 5 പ്രാവശ്യം റിസൈറ്റ് ചെയ്യും. ആ ആ എന്ന മട്ടിൽ ഞാനിങ്ങനെ 5 പ്രാവശ്യം ചൊല്ലും. നിനക്കറിയാലോ ദൈവമേ, വേണ്ടിടത്ത് പൂരിപ്പിക്കാനും കൂട്ടിച്ചേർക്കാനും നീ ഈ അക്ഷരമാലയിലെ അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥനയാക്കി മാറ്റണേ ദൈവമേ. അന്ന് ദൈവം മാലാഖമാരോട് പറഞ്ഞു, ഞാൻ ഇതുവരെ കേട്ടതിൽ ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണ് ഇന്ന് കേട്ടത്. കാരണം നിഷ്കളങ്കമായ നിർമ്മലമായ ഒരു ഹൃദയത്തിൽ നിന്നാണ് ആ പ്രാർത്ഥന ഒഴുകിയിറങ്ങി വന്നത്. ഇനിയൊരു ചോദ്യമുണ്ട്, ഇതുപോലെയൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്കൊക്കെ സാധിക്കാറുണ്ടോ? നമ്മളുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന നേരത്ത് നമ്മളാണ് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നത്. ഞാനിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഈശോ പോലും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോവുകയാണ്. ഇവിടെ ഞാനാണ് നിറഞ്ഞു നിൽക്കുന്നത്. വിഗ്രഹവും ഞാൻ, ബലി അർപ്പകനും ഞാൻ. എന്നാൽ ബലി അർപ്പക വസ്തുവായിട്ട് മാറാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ എന്നെ തന്നെ ബലിയർപ്പണ വസ്തുവാക്കി മാറ്റിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ആഘോഷമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക. അതിന് സത്യത്തിൽ പ്രാർത്ഥന എന്ന് പറയാൻ പറ്റുമോ? അക്ബർ ദ ഗ്രേറ്റ് നായാട്ടിന് പോവുകയാണ്. നായാട്ടിന് പോയി അപ്പോൾ പെട്ടെന്ന് അവരുടെ മുസ്ലിം രീതി അനുസരിച്ചുള്ള പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. സാധാരണ നല്ല മുസ്ലിമിനെ പോലെ പായ വിരിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഭർത്താവിനെ കാണാതെ അവശയായ ഒരു സ്ത്രീ ഭർത്താവിനെ തിരഞ്ഞങ്ങ് ഓടിപ്പോയി. ഇദ്ദേഹം കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നത് അവൾ കണ്ടില്ല. അദ്ദേഹത്തെ തട്ടിമറിച്ചിട്ടിട്ടാണ് അവൾ ഓടിപ്പോയത്. അതുപോലും അവൾ അറിഞ്ഞിട്ടില്ല. കുറേ കഴിഞ്ഞ് ഭർത്താവിനെ കണ്ടെത്തിയ അവൾ സന്തോഷത്തോടു കൂടി ഭർത്താവുമൊത്ത് ചിരിച്ചു വരുമ്പോൾ അക്ബർ ഇവിടെ കോപത്താൽ എരിഞ്ഞങ്ങ് നിൽക്കുകയാണ്. അക്ബർ പറഞ്ഞു, നീ എന്താ ചെയ്തതെന്ന് എനിക്കറിയോ? ചക്രവർത്തിയെ തട്ടിമറിച്ചിട്ടു, ശിക്ഷയ്ക്ക് തയ്യാറായിട്ട് നിൽക്കുക. അവൾക്ക് ആദ്യം പേടി തോന്നിയെങ്കിലും പിന്നെ പേടിയൊന്നും കൂടാതെ അയാളുടെ കണ്ണിൽ നോക്കി അവൾ പറഞ്ഞു, നോക്കുക, ഞാൻ എൻ്റെ ഭർത്താവിനെ കാണാതെ വിഷമിച്ച് ഭർത്താവിനെ മാത്രം ധ്യാനിച്ച് ഓടുകയായിരുന്നു. അതിനിടയിൽ ഇവിടെ ഒരാൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടില്ല. കാരണം അത്രയ്ക്ക് എൻ്റെ ശ്രദ്ധ മുഴുവൻ എൻ്റെ ഭർത്താവിലായിരുന്നു. എൻ്റെ ഭർത്താവിനേക്കാൾ 1000 മടങ്ങ് ശക്തികളുള്ള ദൈവത്തെ ധ്യാനിച്ചിരുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ കണ്ടതും ഞാൻ നിങ്ങളെ തട്ടി വീഴ്ത്തി നിങ്ങളെ ഇടവരുത്തിയതും? നിങ്ങൾ ധ്യാനിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഇതൊന്നും നിങ്ങൾ അറിയുക പോലും ഇല്ലായിരുന്നല്ലോ. അക്ബർ ദ ഗ്രേറ്റിന് അത് ഏറ്റവും വലിയ പാഠമായിരുന്നത്രേ. ഈ ദൈവത്തിൽ ഒന്നു ചേർന്ന് മറ്റെല്ലാം മറക്കുന്ന അവസ്ഥ വരാറുണ്ടോ? ഫ്രാൻസിസ് നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹം ഇങ്ങനെ ഈശോയെ ധ്യാനിച്ച് 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 നടക്കുന്നതിനിടയിൽ ആശ്രമം കടന്നുപോയത് അറിഞ്ഞില്ലത്രേ. നമ്മളൊക്കെ നമ്മളെ ധ്യാനിച്ച് 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 നടക്കുന്നതുകൊണ്ട് ഈശോയെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇതുതന്നെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും വലിയ അപകടം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈശോയെ പലപ്പോഴും മാറ്റിവെക്കുന്ന മതാചാരങ്ങളാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ നെഞ്ചോട് ചേർക്കുന്നത്. ഒരു വിശുദ്ധനുണ്ടായിരുന്നത്രേ. അദ്ദേഹം ആരാധനയ്ക്ക് വേണ്ടി പോകും മുമ്പായിട്ട് ദൈവത്തോട്, ദൈവമേ, ഞാൻ ആരാധനയ്ക്ക് വേണ്ടി പോവുകയാണ്, ഗുഡ് ബൈ, ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കാണാമെന്ന്. കാരണം ആരാധനയിൽ പലപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഞാനും എൻ്റെ ആഘോഷങ്ങളാണ്, ദൈവമല്ല എന്ന ഒരു ദർശനം. ഈ ദർശനം നമ്മളെ ഒന്ന് ധ്യാനത്തിലേക്ക് നയിക്കേണ്ടതാണ്. എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക? ഇങ്ങനെ ഒരു പ്രാർത്ഥനാ രീതി നമ്മളിൽ ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അപരനിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ കണ്ടെത്താനും നമുക്കാർക്കും സാധിക്കാറില്ല. അതും ഒരു പ്രശ്നമാണ്. ഈ യൂറോപ്യൻ സംസ്കാരത്തിലെ ഒരു പള്ളിയിൽ അച്ഛനൊരു ചിന്ത വന്നു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഞായറാഴ്ച ആളുകൾ വരുമ്പോൾ അവരെയൊക്കെ ഹാർദപൂർവ്വം ആരെങ്കിലും സ്വീകരിക്കാൻ നിൽക്കണം. കൈക്കാരന്മാരെയൊക്കെ, ട്രസ്റ്റുകളൊക്കെ നിരത്തി നിർത്തി അവരിങ്ങനെ വരുന്നവരൊക്കെ കൈ കൊടുത്ത് സ്വീകരിക്കും. ഭാര്യ പ്രൊട്ടസ്റ്റൻ്റ് പള്ളിയാണ്. ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയാണോ ആളുകളെ സ്വീകരിക്കണം? നിങ്ങൾ തന്നെയല്ലേ സ്വീകരിക്കേണ്ടത്? നിങ്ങളും മുന്നിൽ വന്ന് നിന്നിട്ട് എല്ലാവരെയും സ്വീകരിക്കണം. അദ്ദേഹം അടുത്ത ഞായറാഴ്ച ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. വരുന്ന ഓരോരുത്തരെയും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ന്യൂക്കമ്മറാണല്ലേ, ആദ്യമായിട്ടാണ് പള്ളിയിലേക്ക് വരുന്നതല്ലേ, ഓ എനിക്കറിയാം, നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം, ഹാർട്ടി വെൽക്കം. അപ്പോൾ ആ പെൺകുട്ടി അല്പം പരിഭ്രമിച്ച് നിൽക്കുകയാണ്. ഇയാൾ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ഞങ്ങൾക്ക് സത്യമായിട്ടും ഇപ്പം അറിയില്ല. അത് കുഴപ്പമില്ല, വീടിൻ്റെ അഡ്രസ്സൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാനും ഭാര്യയും ചേർന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം, ഒരു ദിവസം ഒരു സന്ദർശനം നടത്താം, ചെറിയൊരു ടീ സെലിബ്രേഷൻ.
അപ്പോൾ ഇവർ പരിഭ്രമിച്ചുകൊണ്ട് ഇയാളെ നോക്കിയിട്ട് ഇങ്ങനെ വിഷണ്ണയായ മട്ടി പറഞ്ഞു, റവറൻറ്റ്, സത്യത്തിൽ ഞാൻ നിങ്ങളുടെ വേലക്കാരിയാണ്. നിങ്ങളുടെ ഹൗസിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അത് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ കണ്ണുകളൊക്കെ അന്ധമായി പോകാറുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് നടത്തുന്ന വൃദ്ധ താഴെത്തട്ടിലുള്ള തക്കാളി എടുക്കുവാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ പെട്ടെന്ന് നട്ടലിന് വല്ലാത്തൊരു വേദന കൊണ്ട് ഒരു മിന്നലേറ്റ പോലെ അവർ പൊട്ടിക്കരഞ്ഞു. വാവിട്ട് കരയുന്ന അവരുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് വലിയ സഹതാപത്തോടുകൂടി പറയുന്നു, അയ്യോ, തക്കാളിക്ക് അത്ര വില കൂടുതലാണല്ലേ, കരയണ്ട, നമുക്ക് വേണമെങ്കിൽ മീൻ മേടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. അവരൻ്റെ പ്രശ്നം എന്തെന്ന് എക്സാക്ട്ലി തിരിച്ചറിയാൻ കഴിയാതെ മറ്റെന്തൊക്കെയോ സൊല്യൂഷൻ തേടുന്ന ഒരവസ്ഥ. ഈ അവസ്ഥ നമ്മുടെയൊക്കെ സ്പിരിച്വൽ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഒരാളെ അയാളുടെ സെക്രട്ടറിയെ വിളിക്കുകയാണ്, വലിയ ഉദ്യോഗസ്ഥനാണ്, മാനേജറാണ്. സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞതാ, നോക്കുക, നമ്മളുടെ ഈ കണ്ണാടി ചില്ലയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് ഒരു ഭിക്ഷക്കാരൻ വന്ന് നിൽക്കുന്നുണ്ടില്ലേ, എന്തൊരു പരിതാപകരമായ മുഖമാണ് അയാൾക്ക്. അയാളുടെ ഷൂസിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കാൻ അയാളുടെ ചെരുപ്പുകൾ, കീറിപ്പറഞ്ഞ വസ്ത്രം, ഒരിക്കലും ഷേവ് ചെയ്യാത്ത മുഖം. അയാൾ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ഒരുപാട് നാളായെന്ന് തോന്നുന്നു. എനിക്ക് ഇയാളെ കണ്ടിട്ട് എൻ്റെ ചങ്ക് പൊട്ടിപ്പോവാണ്. അതുകൊണ്ട് ഇനി ചങ്ക് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് അയാൾ അവിടെ നിന്ന് മാറ്റിക്കളയുക. ഇങ്ങനെയാണ് നമ്മളുടെ സഹതാപത്തിൻ്റെ കഥകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദൈവത്തെ നമ്മുടെ ഉള്ളിൽ കാണുകയും ആ ദൈവത്തെ മറ്റുള്ളവരുടെ കണ്ണുകളിൽ ദർശിക്കുകയും ചെയ്യുന്ന തരത്തിൽ നമ്മളൊരു സ്പിരിച്വാലിറ്റി രൂപപ്പെടുത്തേണ്ടതല്ലേ എന്നാണ് ഈ പുസ്തകം നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി രൂപപ്പെടുത്തിയെടുക്കുക അത്ര എളുപ്പമൊന്നുമല്ല. 10-15 വർഷത്തേക്ക് ഒരാളെ കാരാഗ്രഹത്തിൽ കഠിന തടവിനെ ശിക്ഷിച്ചിരിക്കുകയാണ്. അയാൾക്ക് ഭക്ഷണം പോലും കൊണ്ടുവന്ന് കൊടുക്കുന്നത് ചെറിയൊരു ദ്വാരത്തിലൂടെയാണ്. അയാൾ മനുഷ്യരൊന്നും കാണുന്നില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട് കുറ്റപ്പെടുത്തപ്പെട്ട് അയാളിങ്ങനെ ജീവിക്കുമ്പോൾ ഒരു എറുമ്പ്, സാധാരണ ഒരു ഉറുമ്പ് വെറുതെ ഇങ്ങനെ അടുത്തേക്ക് ഇഴഞ്ഞു വന്നു. ഇയാൾ ആ ഉറുമ്പിനെ കയ്യിലെടുത്തു, ഭക്ഷണത്തിൻ്റെ അല്പം അതിന് കൊടുത്തു. അടുത്ത ദിവസവും ആ ഉറുമ്പിനെ നോക്കി. അയാൾക്ക് വല്ലാത്തൊരു ചങ്ങാത്തം തോന്നിച്ചു, വല്ലാത്തൊരു സൗന്ദര്യം ആ ഉറുമ്പിനുണ്ടെന്ന് മനസ്സിലാക്കി. അയാൾ പിന്നീട് പറഞ്ഞു, ഇത്ര നാളത്തെ കാരാഗ്രഹ ജീവിതം വേണ്ടി വന്നു ഒരു ഉറുമ്പിനെ ഉറുമ്പായിട്ട് ഒന്ന് കണ്ടെത്തുവാനായിട്ട്. നമ്മളൊക്കെ യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥത്തിൽ കാണാറുണ്ടോ? സ്പാനിഷ് ചിത്രകാരനായ അൽഗ്രേക്കോ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ തൻ്റെ മുറിയിൽ കർട്ടനൊക്കെ ഇട്ട് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ചങ്ങാതി പറഞ്ഞു, പുറത്തെ വെട്ടത്തിലേക്ക് വരിക, കാഴ്ച കാണാൻ വരിക. ഇദ്ദേഹം പറഞ്ഞു, വേണ്ട, പുറത്തെ വെട്ടം അകത്തെ വെട്ടത്തിൻ്റെ ദീപ്തിയെ കുറച്ച് കളയും. അതുകൊണ്ട് അകത്തെ വെട്ടം കാണാൻ ഞാനിവിടെ ഒറ്റയ്ക്കിരുന്നോട്ടെ. ഇതുപോലെ തന്നെ ഒരു വൃദ്ധനായ റബ്ബി, അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. ഒരു നാൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. അപ്പോൾ ഒരു മജീഷ്യനെ പോലുള്ള മറ്റൊരാൾ പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരിക വിശ്വാസത്തോടു കൂടി, ഞാൻ നിങ്ങൾക്ക് കാഴ്ച തരാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കാണേണ്ടതെല്ലാം ഞാൻ കാണുന്നുണ്ട്, കണ്ണ് ഇനി തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണടക്കുന്നവരൊക്കെ ഉറങ്ങുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്, കണ്ണ് തുറന്നിരിക്കുന്നവരൊക്കെ കാണുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാഴ്ച, ദർശനം എന്നുള്ളതൊക്കെ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഇത്തരത്തിൽ ഉള്ളിലെ കാഴ്ച കണ്ട്, ഉള്ളിൽ ദൈവത്തെ കണ്ട്, ആ ദൈവത്തെ മറ്റുള്ളവരുടെ കണ്ണുകളിലും കരളുകളിലും കണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഈ ചെറുപുസ്തകം അതിന് നമ്മെ സഹായിക്കട്ടെ. നല്ല യാത്ര ഒരിക്കൽ കൂടി നേരുന്നു. ശുഭേ.